എല്ലാവർക്കും നമസ്കാരം. ഈ മാസം 21-ാം തീയതി ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തു. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ ആ വിഷയം അറിയാമായിരിക്കും. മറ്റ് പല റിയാക്ഷൻ വ്ളോഗേഴ്സിൻ്റെയും ചാനലിൽ നിങ്ങൾ ആ കല്യാണത്തിൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ടാവും. മറ്റാരുടെ അല്ല, നമ്മുടെ അനുമോളുടെ കല്യാണം. ബിഗ് ബോസിലുണ്ടായിരുന്നു അനുമോളുടെ കല്യാണം. ശരിക്കും അനുമോളുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അനുമോൾ അഭിനയിച്ചൊരു സീരിയൽ ഉണ്ടായിരുന്നു, അരുന്ധതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സീരിയലിൽ അനുമോളുടെ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ ഞാനായിരുന്നു ഡബ് ചെയ്തിരുന്നത്. ആ ക്യാരക്ടർ അഭിനയിച്ചത് ബിനൽ ഖാദർ എന്ന് പറയുന്ന ആക്ടറായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ് അനുമോളുമായിട്ട്. അപ്പോഴും അനുമോളുമായിട്ട് സൗഹൃദം ഉണ്ടാവാൻ കാരണം അനുമോൾക്ക് ഡബ് ചെയ്യുന്നത്. അന്നേരം സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കാണുമായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അതിനുശേഷം പല ഫംഗ്ഷൻസിൽ വെച്ചിട്ട് അനുവിനെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാവരോടും സോഷ്യലി ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ്. എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന ചേട്ടാന്ന് വിളിച്ചിട്ട് ഓടി വരുന്നൊരു കുട്ടിയാണ്, ഒരു അനിയത്തി കുട്ടി. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇന്ന് ഈ വിഷയം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ എൻജോയ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ആ കല്യാണത്തിന് പങ്കെടുത്തു. പല വ്ളോഗേഴ്സ്, പല ഇൻഫ്ലുവൻസേഴ്സ്, നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെ പല ആൾക്കാരും. രാജ് ടോക്സിൽ രാജേട്ടൻ ഉണ്ടായിരുന്നു, ബിച്ചു ഉണ്ടായിരുന്നു, അതുപോലെ അതുലുണ്ടായിരുന്നു, ഡാനി ഉണ്ടായിരുന്നു, വിബിത ഉണ്ടായിരുന്നു, ഗോൾഡൻ ഡയറീസിലെ സതീഷേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാരും ആ കല്യാണത്തിന് പങ്കെടുത്തതാണ്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് അനുമോൾ ആരെയും മാറ്റി നിർത്തിയില്ല. അനുമോൾക്ക് അറിയുന്ന ആൾക്കാർ അനുമോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത്, അതായത് കല്യാണത്തിന് ആൾക്കാർ ഫോട്ടോസ് എടുക്കും. ഈ ഫോട്ടോ എടുക്കുന്ന പല ഫോട്ടോസും ഫോട്ടോഗ്രാഫറായിരിക്കാം അവരുടെ പോസുകൾ ഡിസൈഡ് ചെയ്യുന്നത്. ഏത് പോസിൽ ഇരിക്കണം, ആരെങ്ങനെ നിൽക്കണം, എങ്ങോട്ട് നീങ്ങി നിൽക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. ഒരിക്കലും പണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയി നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഫോട്ടോഗ്രാഫേഴ്സാണ് നമ്മൾ എവിടെ നിൽക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും, ചിരിക്കണോ കരയണോ സങ്കടപ്പെടണോ എന്ത് പോസാണെങ്കിലും അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരാതിയാണ്, കല്യാണം കാണാൻ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ബാക്കാണ് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് പരാതി നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു. അവർക്ക് വേറെ നിൽക്കാൻ സാഹചര്യമില്ലെങ്കിൽ അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനൊന്നും കുറ്റം പറയാൻ വന്നതല്ല കേട്ടോ. അനുമോളുടെ കല്യാണ ഫോട്ടോയിൽ ഒരു ഫോട്ടോ പുറത്ത് വന്നപ്പോൾ അതിനെ വെച്ചിട്ട് ഒരാളൊരു വീഡിയോ ചെയ്തു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ കണ്ടതായിരിക്കും, അറിഞ്ഞതായിരിക്കാം. ആ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ വിഷയം എടുക്കുന്നത്. അയാൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അനുമോളെ വ്യക്തിഹത്യ ചെയ്യുന്ന ലെവലാണ് സംസാരിക്കുന്നത്. അനുമോൾക്ക് വിദ്യാഭ്യാസമില്ല, അനുമോൾക്ക് വിവരമില്ല, അനുമോൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയത്തില്ല, അനുമോൾ വെറുതെ കരഞ്ഞു മെഴുകി ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരാളല്ലേ, പിന്നെ സ്റ്റാർ മാജിക്കിൽ ഓടി നടന്ന ആളല്ലേ, വേറെ ജോലിയും കൂലി ഇല്ലല്ലോ. ഈ രീതിയിലൊക്കെ സംസാരിക്കാനുള്ള റൈറ്റ് ഒരാൾക്കും ഇല്ല. ആ ഒരൊറ്റ വിഷയം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അനുമോളുമായിട്ടുള്ള സൗഹൃദമോ അല്ലെങ്കിൽ അനുമോൾ കല്യാണത്തിന് വിളിച്ചതോ ഇതൊന്നുമല്ല ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം. ഇത്തരത്തിൽ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫെയിം ചെയ്യാൻ പാടില്ല. അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. ഇതിന് അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു ആരോപണമുണ്ട്. അനുമോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു കളഞ്ഞു. ഇതേക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ എപ്പോഴും പറയുന്നില്ല, ചിലപ്പോൾ മറന്നു പോകട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനായിട്ട്. ഞാൻ മറന്നു പോകുമ്പോൾ നിങ്ങളത് മറന്നു പോകും. അപ്പോൾ കാണുന്ന ആൾക്കാർ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ നമ്മൾ കൊടുത്ത് ഹൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇദ്ദേഹം വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ മാന്യതയിലും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയിൽ അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. എന്തിന് ഒരു ഫോട്ടോ, ഒരു കല്യാണ ഫോട്ടോ, അവരുടെ സന്തോഷകരമായൊരു നിമിഷം. അതിൽ ഒന്നാമത്തെ കാര്യം, അച്ഛന് കാലുവേത്ര ആളാണ്. അത് അനു തന്നെ പലപ്പോഴും പറയാറുണ്ട്, അച്ഛൻ്റെ കാലിന് സുഖമില്ലാത്തതാണ് എന്ന് അനു തന്നെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഇരുന്ന ഫോട്ടോ, അതിനകത്ത് നാട്ടുകാർക്ക് എന്തിനാ ബുദ്ധിമുട്ട് തോന്നുന്നത്? എന്താണ് ബുദ്ധിമുട്ട്? അതാണ് നമുക്ക് അറിയേണ്ടത്. ചേട്ടാ പറയട്ടാ. ഒരു പിതൃമേധാവിത്വത്തിൻ്റെ അടയാളമായിട്ടല്ലേ കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ ഈ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാണ്. കേട്ടല്ലോ, ചേട്ടൻ ഒരുപാട് വിവരമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധിമോശമാണ് അനുമോളെ പറയുന്നത്. ബുദ്ധിയുള്ള ആളാണ്, അതുകൊണ്ടങ്ങ് വിട്ടേക്കാം. ഇയാളുടെ സർട്ടിഫിക്കറ്റ് വേണോ അനുമോൾക്ക് ജീവിക്കാൻ? നമുക്ക് വിമർശനങ്ങളാവാം. ഇപ്പം ഞങ്ങളും അല്ലെങ്കിൽ ഞാനും വിമർശന വീഡിയോകൾ തന്നെയാണ് ചെയ്യുന്നത്, ഒരു സംശയം വേണ്ട. പല ആൾക്കാരെ വിമർശിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് വിമർശിക്കാം. അവർ ചെയ്ത കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ ഫൈൻ, അവിടെ കഴിഞ്ഞു. പക്ഷെ ഇതെന്താ പറയുന്നത്? അനുമോൾക്ക് വിവരമില്ല, ബുദ്ധിയില്ല, പാട്രിയാർക്കി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പില്ല, കരഞ്ഞു മെഴുകി ബിഗ് ബോസിൽ നടക്കാനും സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കാനും മാത്രമല്ലേ അറിയുള്ളൂ. എന്തേ? അതൊന്നും ജോലിയല്ലേ ചേട്ടാ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ഇദ്ദേഹം IT ഫീൽഡാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വൈഫും IT ഫീൽഡാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമാണോ ജോലി? അനുമോള് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു.
അതിപ്പോൾ സ്റ്റാർ മാജിക് ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, ബിഗ് ബോസ് ആയിക്കോട്ടെ, വാട്ട് എവർ, എന്തും ആയിക്കോട്ടെ, അത് കലാപരമായിട്ടുള്ള ഒരു ഫീൽഡാണ്, അതൊരു ജോലിയാണ്. നിങ്ങൾ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയോ അല്ലെങ്കിൽ 9 മണി വരെയോ അല്ലെങ്കിൽ 5 മണി വരെയോ ജോലി എടുക്കുന്ന പോലെ തന്നെ, എന്നാൽ അതിൽ അപ്പുറം ഇപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെയോ അല്ലെങ്കിൽ സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിന് പോയി ഒരു ദിവസം ഇരുന്ന് നോക്കണം, അപ്പോൾ മനസ്സിലാവും. രാവിലെ 6 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവർ പിക്ക് ചെയ്യാൻ വരും. ഇപ്പോൾ സീരിയൽ ആണെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് സീരിയൽ ആയതുകൊണ്ട് ഞാനത് പറയാം. രാവിലെ 6 മണിക്ക് നമ്മൾ റെഡിയായി നിൽക്കാൻ പറയും. ഒരു 6:30 ആകുമ്പം വണ്ടി വരും നമ്മുടെ റൂമിൻ്റെ താഴെ. പോയി വണ്ടി കയറുക, നേരെ ലൊക്കേഷനിൽ 7 മണിക്ക് കൊണ്ടിരുത്തും. അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ തിരിച്ച് റൂമിലെത്തണമെന്ന് ഡയറക്റ്റ് തീരുമാനിക്കും. ചിലപ്പോൾ അത് 5 മണിയാവാം, ചിലപ്പോൾ അത് 8 മണിയാവാം, ചിലപ്പോൾ 10 മണിയാവാം, ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിൽ രാത്രിയും ആവാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പണി ഏതാണ്? ഇനി ക്യാമറയുടെ മുമ്പിൽ ചേട്ടന് ഒരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? യാതൊരു ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങളിടുമ്പോൾ അത് ട്രൗസറും ബാക്കിയുള്ളവരിടുമ്പോൾ അത് വള്ളിക്കളസവും, അതെങ്ങനെ ശരിയാവുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നിങ്ങൾക്ക് അനുമോളുടെ അച്ഛനിരുന്ന ആ ഒരു പോസ്, നിങ്ങൾ ആ പോസ് കണ്ടല്ലോ, ഞാൻ ആ ഫോട്ടോ ഒന്നും വയ്ക്കാം. ആ പോസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം, ഫൈൻ. കാരണം പബ്ലിക്കിലൊരു പോസ്റ്റ് വരുമ്പോൾ, ഒരു സെലിബ്രിറ്റിയുടെ ഒരു കല്യാണ ഫോട്ടോ വരുമ്പോൾ വിമർശിക്കാം. വിമർശനങ്ങളൊക്കെ അതിന് താഴെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷേ അത് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാന്യത കീപ്പ് ചെയ്യായിരുന്നു. ഓക്കെ. പിന്നെ അനുമോളുടെ അച്ഛന് അങ്ങനെ ഇരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം വളരെ സാധാരണക്കാരനായിട്ട് ജീവിച്ചു വന്ന് 2 മക്കളെ, ഒന്നല്ല 2 മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ആ 2 മക്കളെയും കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ അച്ഛന് കുറച്ചൊക്കെ അഹങ്കാരം കാണിക്കാം, അല്ലെങ്കിൽ അഭിമാനിക്കാം. അങ്ങനെ കാലുമേ കാലക്കെട്ടി നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. ഇനി അത് ആ അമ്മയ്ക്ക് കുഴപ്പമില്ല, ആ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കിയേ, ആ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിൽ ഒരു ബുദ്ധിമുട്ടുണ്ടോ, തോന്നുന്നുണ്ടോ അവരുടെ ഫേസിൽ? അപ്പോൾ അവർക്ക് പ്രശ്നമില്ല. പിന്നെ ആർക്കാ പ്രശ്നം? കാണുന്നവർക്കോ? ഇനി കാണുന്നവർക്ക് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, വിമർശിച്ചോളൂ. പക്ഷേ ആ വിമർശനത്തിനൊരു സഭ്യത വേണം. അല്ലാണ്ട് അനുവിൻ്റെ പഠിത്തവും അനുവിൻ്റെ വിവരവും ഇതൊക്കെ അളക്കാൻ നിങ്ങളാരാ? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ ഫോട്ടോ അവിടെ വന്നത്? എന്തുകൊണ്ടാണ് ഈ ഫോട്ടോയ്ക്ക് അദ്ദേഹം അങ്ങനെ പോസ് ചെയ്തത്? ഞാനൊരു കമൻറ്റ് വായിച്ചു തരാം. അലക്സ് ലാലു എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അദ്ദേഹം ഈ വ്യക്തിയുടെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റാണ്. ഐ എം ദ ഫോട്ടോഗ്രാഫർ ആൻഡ് ഇറ്റ്സ് മൈ പോസ്, ഹൂ കെയർസ്? ഇതാണ് കമൻറ്റ്. അലക്സ് ലാലു പറഞ്ഞു കൊടുത്ത പോസിനാണ് അദ്ദേഹം അങ്ങനെ ഇരുന്നത്. അതിന് അനുവിനെ പറയേണ്ട കാര്യമുണ്ടോ? അനുവിൻ്റെ വീട്ടുകാരെ പറയേണ്ട കാര്യമുണ്ടോ? പാട്രിയാർക്കി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അയ്യോ അനുവിൻ്റെ അച്ഛൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു. തൻ്റെ ഇളയ മകളുടെ കല്യാണം ഇത്രയും ഭംഗിയായിട്ട് നടത്തിയ ഒരു സന്തോഷത്തിൽ ആ അച്ഛൻ ഇരിക്കുമ്പോൾ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തന്നെ പിള്ളേർക്ക് പറ്റുള്ളൂ. എന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ മറ്റേ ജോലി ചെയ്യുകയാണ്, ഞാൻ വലിയ കൊമ്പത്തെ ആളാണ് എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ വലിയ ജോലി ഉണ്ടായിട്ടോ കാര്യമില്ല. ലേശം വിവരം എന്ന് പറയുന്ന സാധനമുണ്ട്, അതുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് താൻ ഇത്തരത്തിൽ അങ്ങോട്ട് ഒരു വീഡിയോ ചെയ്തത്. ഇനി ഈ വീഡിയോയിൽ ഇദ്ദേഹം നിർത്തിയില്ല, രണ്ടാമതൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. വളരെ ഡിസപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ പകല് ഉച്ചയ്ക്ക് ഞാൻ ഉണർന്നതാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കമൻറ്റും റിപ്ലൈസും ഒക്കെ കൊടുത്ത് ഒന്നിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ രാത്രി ഏകദേശം ഒരു 3:30-4 മണിയോടെയാണ് ഞാൻ വീട്ടിൽ വരുന്നത്. ഇപ്പോൾ സമയം 6:15 ആയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയതിൽ എനിക്ക് ഭയങ്കരമായ വിഷമമാണുള്ളത്. ഞാനൊരു സെലിബ്രിറ്റിക്കെതിരെ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ത്രെറ്റ്. സെലിബ്രിറ്റീസ് ബീങ് ത്രെറ്റ് ടു ദ പബ്ലിക്. സാധാരണക്കാർക്കെതിരെ ഒരു ത്രെറ്റ് ആവുകയാണ് സെലിബ്രിറ്റീസ്. അച്ചോടാ, സാധാരണക്കാർക്കെതിരെ ത്രെറ്റ് ആവുകയാണ് സെലിബ്രിറ്റീസ്. അങ്ങനെ ത്രെറ്റ് ആവണമെങ്കിൽ അനുമോൾ എത്ര പേരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ച് കളയണം? ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപും ബിഗ് ബോസിൽ പോയതിന് ശേഷവും ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരുപാട് പേര് പല രീതിയിലുള്ള വിമർശനങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് വീഡിയോയിലൂടെ ആണെങ്കിലും കമൻറ്റിലൂടെ ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ആരുടെ അക്കൗണ്ട് ആ കുട്ടി അടിച്ച് കളഞ്ഞതായിട്ട് ഇതുവരെയും പബ്ലിക്കിൽ വന്ന ആരും സംസാരിച്ച് കണ്ടിട്ടുമില്ല. ഇനി ഈ വിഷയത്തിൽ, ഈ കല്യാണ ഫോട്ടോ പുറത്ത് വന്ന് ഇവൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ വിഷയത്തിൽ 21-ാം തീയതി കല്യാണം, 22-ാം തീയതി മുതൽ ആ കല്യാണ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് ആ കല്യാണത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുമോൾ ഇയാളുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തു. നിൻ്റെ അച്ഛനല്ലല്ലോ അങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തു. അതിനുശേഷം ഇവന് വീണ്ടും മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. സ്വന്തം തന്തയെ പറഞ്ഞ ആർക്കായാലും പൊള്ളും മോനെ, അതിപ്പോൾ ആർക്കാണെങ്കിലും. ആ അച്ഛൻ അത്രയും കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി ഇത്തരത്തിലൊരു കല്യാണം നടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്നേഹം ആ കുട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ തിരിച്ചു പറയും. അപ്പോൾ നിനക്ക് പറയാം, നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളി അല്ലേ? സെലിബ്രിറ്റി എന്താ മനുഷ്യരല്ലേ? അവർക്ക് വേദനിച്ചാൽ അവർ റിയാക്ട് ചെയ്യും. അതിപ്പോൾ നാളെ എന്നോടാണെങ്കിലും ഞാനൊരാൾക്കെതിരെ മോശം ലാംഗ്വേജ് യൂസ് ചെയ്ത് മോശമായിട്ട് അവരെ വ്യക്തിഹത്യ ചെയ്താൽ അവരെന്നെ വിമർശിക്കും, അവരെന്നെ തിരിച്ച് ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും. ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്, കാര്യം ഞാൻ അവരെ പറഞ്ഞിട്ടാണ്. ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് അടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ മുന്നോട്ട് ജീവിതം തുടങ്ങുന്ന ഒരു പെൺകുട്ടി
ഇങ്ങനെയുള്ള ചീള് കേസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു കളയാൻ നടക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കരുതുന്നുമില്ല. അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ചെയ്തിട്ട് ഇവൻ ആദ്യമായിട്ടല്ല ഈ സംഭവം ചെയ്യുന്നത്. മുൻപ് ഞാൻ ഈ ഒരു വീഡിയോയുടെ തന്നെ കമന്റ് ബോക്സിൽ കണ്ടു, ലക്ഷ്മി പ്രിയയുടെയും ഹസ്ബൻഡിനും എതിരെ ഇവൻ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ട് അവർ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തോ ഒരു കമന്റ് ഞാൻ കണ്ടു. അപ്പോൾ ഓൾറെഡി പല ആൾക്കാരുടെയും ഹെയ്റ്റ് ഇദ്ദേഹം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരുപാട് പേർക്ക് ഹെയ്റ്റ് ഉണ്ട്, നമുക്കെതിരെയും ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആരോ ഒരാൾ ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അടിച്ചു കളഞ്ഞിട്ടുണ്ടാവാം. അത് ഈ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ആരെ തലയിൽ കൊണ്ട് വെക്കാം, അനുവിൻ്റെ തലയിൽ കൊണ്ട് വെക്കാമല്ലോ. അനു ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, ഈ അക്കൗണ്ട് പോയ കാര്യമൊന്നും. കാരണം അതിനുള്ള സമയമല്ല ഇപ്പോൾ. ഓണം, ഈ കല്യാണത്തിൻ്റെ തിരക്കുകൾ, ഇതിനിടയിൽ കൂടി ആരാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് കല്യാണം കഴിയുമ്പോൾ തന്നെ ഈ മറുവീട് ചടങ്ങ് അത് ഇത് ചപ്പ് ചവർന്ന് പറഞ്ഞിട്ട് അവരുടെ തിരക്കുകളിലായിരിക്കും പോകുന്നത്. വല്ല പണിയെടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. അല്ലാണ്ട് അക്കൗണ്ട് അടിച്ചു കളഞ്ഞിട്ട് അതിന് എന്ത് നേട്ടം ഉണ്ടാവാൻ വേണ്ടിയാ? നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അടിച്ചു കളയാനാണെങ്കിൽ എത്രയും പേരുടെ അക്കൗണ്ട് അടിച്ച് കളയണം. അതിനെതിരെ പച്ചത്തെറി വിളിച്ച് അനുവിനെയും അനുവിൻ്റെ ചേച്ചീനെയും കുടുംബത്തെയൊക്കെ പച്ചത്തെറി വിളിച്ച ആൾക്കാരുണ്ട്. അങ്ങനെ അടിച്ചു കളയാനാണെങ്കിൽ എത്രയും പേര് അടിച്ചു കളയണം? അത്രയൊന്നും കാര്യം നീ എന്തായാലും ചെയ്തിട്ടില്ല. നീ പറഞ്ഞു ആ ഫോട്ടോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ വിവരമില്ലായ്മ ബുദ്ധിയില്ലായ്മ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിലും അപ്പുറം പറഞ്ഞ ആൾക്കാരുണ്ട്, അവരുടെ അക്കൗണ്ട് പോയിട്ടില്ലല്ലോ, പിന്നെ നിന്റെ മാത്രം പോകാനായിട്ട്. അപ്പം നിന്റെ അക്കൗണ്ട് പോയോ? തിരിച്ചെടുത്തില്ലേ? കിട്ടിയില്ലേ? അപ്പോൾ വീഡിയോ ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ, ഈ ഒരു വിഷയം വെച്ചിട്ട് വീഡിയോ ചെയ്യണം. 3-4 വീഡിയോ ഈ ഒരു ഒറ്റ മാറ്റർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയേക്കാം സെലിബ്രിറ്റീസിനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണക്കാരന്. എനിക്കറിയത്തില്ല ഗൈസ്, എനിക്കറിയത്തില്ല. ഞാൻ ഉറങ്ങത്തില്ല. സൈബർ സെൽ എനിക്ക് ഉടൻ റെസ്പോൺസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പേ ഫോളോ അപ്പ് ചെയ്ത് അവർ പറഞ്ഞു 2 മണിക്കൂർ കൊണ്ട് താന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം ആ ഹാക്ക് ചെയ്ത ഇമെയിൽ അഡ്രസ്സ്, ഡിയിൽ തുടങ്ങുന്ന 0-ൽ അവസാനിക്കുന്ന ആ ഇമെയിൽ അഡ്രസ്സിൻ്റെ ഉടമയെ കണ്ടുപിടിച്ച് തരാമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഉറങ്ങത്തുള്ളൂ. എനിക്ക് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാധാരണക്കാരനെയും ഒരു സെലിബ്രിറ്റിയും ആരും ഒരു ഹാക്കറും കയറി ചൊറിയണ്ട. ഒമ്പോ ഭീഷണി. അപ്പോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? അക്കൗണ്ട് കിട്ടിയില്ലേ? ഇപ്പോഴും ഉറക്കമുള്ള ചിരിക്കുവാണോ? കേൾക്കാൻ ബാക്കി. ഇനി ആശാൻ്റെ വൈഫ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈഫിൻ്റെ വാക്കുകളൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയൻ ബ്ലണ്ടർ വേഴ്സസ് അനുമോൾ കലാപം, അല്ലെങ്കിൽ ഹിമാലയൻ ബ്ലണ്ടർ വേഴ്സസ് അനുമോൾ ചാനലിൽ തന്നെ ഉണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി പറയാം ചേച്ചി. അനുമോളുടെ അച്ഛൻ്റെ ഒരു ഇരിപ്പിൻ്റെ പോസ് എന്നുള്ള ആ ഒരു സംഭവത്തിൽ ഞാൻ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയണം തോന്നുന്നു. ബിക്കോസ് 100% കമൻറ്റും നെഗറ്റീവാണ്. അച്ഛൻ എന്ന സെൻറ്റിമെൻറ്റ്സിനെ സീനാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഈ അച്ഛൻ എന്ന സെൻറ്റിമെൻറ്റ്സിനെ പിടിച്ച് സീനാക്കിയതല്ല, മറിച്ച് ആ പോസ്റ്റിൽ ഉള്ള പാട്രിയാർക്കൽ സിംബലൈസ് ആ ഒരു അതിനെ എന്താണ് നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മാത്രമാണ്. അതിപ്പോൾ പാട്രിയാർക്കൽ സിംബലൈസ് അച്ഛൻ ഇരിക്കുന്നു. ഇടോ, ഒരു ഫാമിലിയിൽ ഞാൻ പഴയ തലമുറക്കാരനാണ്, കഴിഞ്ഞ ജനറേഷനുള്ള ഒരാളാണ്. കാലങ്ങളായിട്ട് പഠിച്ച് കേട്ട് വളർന്നു വരുന്നൊരു കാര്യമാണ് അച്ഛനാണ് ഒരു കുടുംബത്തിൻ്റെ നാഥൻ. അച്ഛൻ കഴിഞ്ഞാൽ അമ്മ, എന്നാൽ അമ്മയാണ് ഒരുപാട് കാര്യങ്ങൾ വീട്ടിന് വേണ്ടി ചെയ്യുന്നത്. അമ്മയെപ്പോലെ തന്നെ ഈക്വലാണ് അച്ഛനും. പക്ഷേ ഈ ഫോട്ടോയ്ക്കകത്ത് തൊട്ട് സൈഡിൽ നിൽക്കുന്നത് ഭുവനേഷിൻ്റെ അമ്മയാണ്, ഭുവനേഷിന് അച്ഛനില്ല. അപ്പോൾ ആ അമ്മയുടെ കൂടെ നിൽക്കാനായിരിക്കാം ഒരു പക്ഷേ ഒരു ചെയർ ഇട്ടിട്ട് അച്ഛനെ ഇരുത്തിയിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അവർക്കില്ലാത്ത പ്രശ്നം ആർക്കാണ്? ആ ഫോട്ടോഗ്രാഫർ ചോദിച്ച പോലെ ഹൂ കെയർസ്? അത് ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞു കൊടുത്ത പോസാണ്. അനുമോളുടെ അച്ഛൻ അത്രയും സമയം നിൽക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം ഇരിക്കുന്നത്. ഇരുന്ന സമയത്ത് ഫോട്ടോഗ്രാഫർ പറഞ്ഞു ആ കാലം അങ്ങനെ വെച്ചോളൂ എന്ന് പറഞ്ഞു. അവർക്ക് ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇതിൽ എന്തിനാണ് ഈ പാട്രിയാർക്കൽ സിസ്റ്റം കൊണ്ട് കുത്തിക്കയറ്റുന്നത്? ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ അച്ഛൻ അങ്ങനെ ഇരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അത് ഓക്കെ, വിമർശനമാണ്. പക്ഷെ അതിന് യൂസ് ചെയ്യുന്ന ഭാഷ, യൂസ് ചെയ്യുന്ന വേർഡ്സ്, വിവരമില്ലായ്മ, ബുദ്ധിയില്ലായ്മ, അതുകൊണ്ട് പാട്രിയാർക്കൽ സിസ്റ്റം എന്താണെന്ന് അറിയില്ലായ്മ, എന്തുവാണത്? നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്തത് ശരിയാണോ? സംസാരിച്ച രീതി ശരിയാണോ? ആദ്യം കെട്ടിയോനെ പറഞ്ഞ് തീർത്ത്. അയാൾ ചെയ്യുന്നതും വിമർശനമാണ്, നമ്മൾ ചെയ്യുന്ന വിമർശനമാണ്. കെട്ടിയോനെ പറഞ്ഞ് മനസ്സിലാക്ക്. നിങ്ങൾ പറഞ്ഞ ആ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, പക്ഷെ പറഞ്ഞ വാക്കുകൾ, പറഞ്ഞ രീതി, അത് പറയാനുള്ള യാതൊരു റൈറ്റും എനിക്കോ അയാൾക്കോ ഇല്ല. ഓക്കെ, നമുക്ക് വിമർശിക്കാം. ആ വിമർശനത്തിനൊരു ഭംഗി ഉണ്ടാവണം. അല്ലാണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞല്ല വിമർശനം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ പല രീതിയിൽ റിയാക്ഷൻസ് വരും. അത് ചിലപ്പോൾ അനുവിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം, അല്ലെങ്കിൽ അനുവിനെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തുനിന്നായിരിക്കാം. കമൻറ്റുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ്സ് ഞാൻ കുറേ കണ്ടു. അനുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അനുവിനെ അറിയുന്ന ആൾക്കാർ. എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് മനസ്സിലാവുന്നില്ല. പൈസ ഉള്ളതിൻ്റെ ആണോ, അതോ വിദ്യാഭ്യാസം കൂടിപ്പോയതിൻ്റെ ആണോ, അതോ ജോലിയുള്ളതിൻ്റെ ആണോ? അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾ അവിടെ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അവിടെ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എടോ, എല്ലാം ജോലികളാണ്, എല്ലാം ജോലിയാണ്. യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും ജോലി തന്നെയാണ്. ചുമ്മാ പുണ്യം കിട്ടാടുന്നതല്ലോ. നിങ്ങളൊരു 3-4 വീഡിയോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട്. അത് പുണ്യം കിട്ടാനൊന്നുമല്ലല്ലോ, കാശിന് വേണ്ടി തന്നെ അല്ലേ? അപ്പോൾ എല്ലാം ജോലി തന്നെയാണ്. ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നു, അതും ഈ ജോലിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലാ ജോലിക്കും ഒരു മഹത്വമുണ്ട്. അതിപ്പോൾ അഭിനയമായിക്കോട്ടെ, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിക്കോട്ടെ, അതും ഒരു ജോലി തന്നെയാണ്. കാശ് മേടിച്ചിട്ട് ചാനലിന് വേണ്ടി പണിയെടുക്കുന്നു, ഫെയിം കിട്ടുന്നു അല്ലെങ്കിൽ കാശ് കിട്ടുന്നു, അതൊക്കെ പിന്നെ സെക്കൻഡറി. റിയാലിറ്റി ഷോ അതൊക്കെ സെക്കൻഡറി, പക്ഷേ അതും ഒരു ജോലിയാണ്.
തൻ്റെ വീട്ടുകാരെ കാണാതെ, കൂട്ടുകാരെ കാണാതെ, നാട്ടുകാരെ കാണാതെ, മൊബൈൽ ഫോൺ പോലും യൂസ് ചെയ്യാതെ 100 ദിവസം ഒരു മുറിക്കകത്ത് അടച്ചിടപ്പെടുന്നെങ്കിൽ തനിക്ക് പറ്റുമോ 100 ദിവസം സർവൈവ് ചെയ്യാൻ? ഈ പറയുന്ന നിങ്ങൾക്കോ നിങ്ങളുടെ ഹസ്ബൻഡിനോ പറ്റുമോ? അത് ആ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കഴിവ് തന്നെയാണ്. അതിന് അത് PR, മണ്ണങ്കട്ട എന്തോ ആയിക്കോട്ടെ, എന്ത് കൊടുത്തിട്ടും ആയിക്കോട്ടെ, അതവിടെ ജയിച്ച് കപ്പും പൊക്കി നിന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കഴിവ് തന്നെയാണ്. അതിൻ്റെ ലൈഫ് സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കഴിവ് തന്നെയാണ്. അത് അംഗീകരിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ഓക്കെ, ബാക്കി പറയാ ചേച്ചി. ആരുടെ അച്ഛൻ ഇരുന്നാലും നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വരാം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എൻ്റെ ഡാഡിയോ ഇവളുടെ വാപ്പിയോ ഒന്നും ഈ നടുക്ക് കയറി കാലുമേ കാല് വെച്ച് ഫാമിലി ഫോട്ടോ എടുക്കത്തില്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മയെ കൂടെ പിടിച്ചിരുത്തുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടാണ് ആ ഫോട്ടോ എടുക്കാറുള്ളത് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ബാക്കി നീ പറഞ്ഞു. അല്ല, ഇപ്പോൾ ഇവിടെ കണ്ടത് എന്താണ്? പാട്രിയാർക്കൽ സംഭവം അല്ലേ? വൈഫോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടി വന്നിട്ട് തൻ്റെ അധികാരമല്ലോ താനോട് കാണിച്ചത്. ഓടി വന്നിട്ട് അയാൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് അതിന് നീ വേണമെങ്കിൽ പറഞ്ഞോ. ഇത് പാട്രിയാർക്കൽ പറഞ്ഞ സാധനമല്ലേ? അപ്പം നമുക്കാവാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിടുമ്പം ട്രൗസർ, മറ്റുള്ളവരിടുമ്പോൾ വള്ളിക്കളസം. ഇത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതല്ലേ. വൈഫ് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വന്ന് ചാടി കയറി പറഞ്ഞിട്ട് ഇനി നീ പറഞ്ഞു തന്നു. നമുക്കാവാം, മറ്റുള്ളവർക്കാവാൻ പാടില്ല. അതെവിടുത്തെ ന്യായമാണ് ചേച്ചി ചേട്ടാ? ഇനി തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് ഒരു ലോങ് വീഡിയോയിൽ. ചില പോർഷൻസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹലോ എവ്രിവൺ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയൻ ബ്ലണ്ടർ വേഴ്സസ് ഈ ഒരു അനുമോൾ ഇഷ്യൂ, ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പറച്ചിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെ കമന്റ്സ് ആണോ വന്നത്, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അനുമോൾ മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും കൂടി മറുപടിയായിട്ടാണ് ഞങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ്, നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് നിങ്ങളത് ഷെയർ ചെയ്തതല്ല എടുത്ത പ്രശ്നം, നിങ്ങൾ അതിനകത്ത് ഉപയോഗിച്ച വാക്കുകളും ഉപയോഗിച്ച രീതികളുമാണ്. എനിക്ക് ഫീൽ ചെയ്തതാണ്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ ഫോട്ടോയെക്കുറിച്ച് പറഞ്ഞതിലുപരി അനുമോളുടെ ജോലിയെക്കുറിച്ചും അനുമോളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും പറഞ്ഞതാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്താണെന്ന് അറിയണം, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ഇവരെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ അറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. വായിൽ വെള്ളിക്കാരൻ്റെയും കൊണ്ടാണോ ജീവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ജീവിച്ചവരാണ് സാധാരണ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ ജീവിക്കാതെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിഞ്ഞു വളർന്നവർ ഒരിക്കലും ഈ രീതിയിൽ ഇയാൾ ആദ്യം ചെയ്ത വീഡിയോയിൽ സംസാരിച്ച പോലെ സംസാരിക്കില്ല. ഓക്കെ, ഒരാളുടെയും ജോലിയെ കുറ്റം പറയില്ല, ഒരാളുടെയും പ്രൊഫഷനെ കുറ്റം പറയില്ല, ഒരാളുടെയും കഷ്ടപ്പാടിനെ കുറ്റം പറയില്ല. ബാക്കി നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പോൾ നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോൾ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിമ്പിളിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോൾ സീക്വൻസ് ആയിട്ട് ഇൻസ്റ്റഗ്രാം ഹാക്കായി. നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി അവളുടെ ലൈഫിൽ സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് അതിനെ ഒരു വലിയൊരു ആഗോളതല പ്രശ്നമാക്കി മാറ്റി. എടോ, അനുമോൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഫോളോവേഴ്സുള്ള ഫാൻ ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, ആ വ്യക്തിയെ പറയുമ്പോൾ ചിലപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ കമൻറ്റിലൂടെ ആൾക്കാർ റിയാക്ട് ചെയ്യും. ആ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇവൻ ഇനി അക്കൗണ്ട് യൂസ് ചെയ്യേണ്ട എന്നും പറഞ്ഞ് ചിലപ്പോൾ അതിൽ ഹാക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഹാക്ക് ചെയ്യുമായിരിക്കും. ഇത് അനുമോളുമായിട്ട് എന്താ ബന്ധം? ആ കുട്ടി കല്യാണം കഴിഞ്ഞ് അതിൻ്റെ വഴിക്കൊന്നും പോകുന്നത്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ വെക്കുന്നില്ല. ആ കുട്ടിയെ നിങ്ങൾക്ക് ആ ചാനലിൽ തന്നെ പോയി കാണാം. ആ കുട്ടി കല്യാണം കഴിഞ്ഞ് അതിൻ്റെ ലൈഫുമായിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റ അക്കൗണ്ട് അടിച്ച് കളഞ്ഞിട്ട് അതിന് എന്ത് നേട്ടം ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലോ? അത്രയ്ക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒരുപാട് പേർക്ക് അനുമോൾ അങ്ങനെ മറുപടി കൊടുക്കേണ്ടി വരും. ഒരുപാട് പേരുടെ അക്കൗണ്ട് അടിച്ച് കളഞ്ഞ് ഒരുപാട് പേരെ തെറിയും വിളിച്ച് അതിന് നടക്കേണ്ടി വരും. പിന്നെ പറഞ്ഞത് ആ കുട്ടിയുടെ അച്ഛനെയാണ്. ഒരു പക്ഷേ അനുമോളെ പറഞ്ഞ് അനുമോൾ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും, റിയാക്ട് ചെയ്യില്ലായിരിക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനുമോളുടെ അച്ഛനെയാണ്. അതിൻ്റെ കുടുംബക്കാരെ പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അച്ഛനെ ആയിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മ ആയിക്കോട്ടെ, ഇപ്പോൾ ഹസ്ബൻഡ് അനുമോളെ പറഞ്ഞ് ചിലപ്പോൾ അനുമോൾ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും, പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിടുമായിരിക്കും. പക്ഷേ കുടുംബക്കാരെ പറഞ്ഞാൽ അത് അനുമോൾ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകാതെ
നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന വാക്കുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് നോക്കുക. എന്താണ് ഉപയോഗിച്ചതെന്നുള്ളത് വീണ്ടും വീണ്ടും കേട്ട് നോക്കുക. ഹസ്ബൻഡ്, വൈഫല്ല, ഹസ്ബൻഡ് ഉപയോഗിച്ച ആ ഫസ്റ്റ് വീഡിയോയിൽ ഉപയോഗിച്ച വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് വീണ്ടും വീണ്ടും കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിവേ, എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തിൽ ആ കുട്ടിയെയും കുടുംബത്തെയും പറഞ്ഞുകൊണ്ട്, അച്ഛനെയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വരുന്നു, അതിനത് മറുപടി കൊടുക്കുന്നു. അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നേരെ വരുമ്പോഴാണല്ലോ നമ്മൾ മറുപടി കൊടുക്കുന്നത്. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ആവാം, റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ആർക്ക് നേരെ വേണമെങ്കിലും നമുക്ക് വിമർശനങ്ങൾ പറയാം. പക്ഷെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഭാഷ, എന്താണ് നമ്മൾ പറയുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. ഒരു ഫോട്ടോയെ നോക്കിയിട്ട് ഇങ്ങനെയുള്ള മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്, എന്തോന്നറേ ലേശം ഒക്കെ ആവായിരുന്നു. എനിവേ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.